പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ജീവിതം അപ്രതീക്ഷിത അനുഭവങ്ങളുടെ ആകത്തുകയാണല്ലോ. നമുക്കായി ഭാവി എന്തൊക്കെ കരുതി വച്ചിരിക്കുന്നുവെന്ന് ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. ഉണ്ണിയുടെ മുന്നിലും പൊടുന്നനെ വിധി മുന്നിലേക്ക് എത്തിച്ച അത്ഭുതമായിരുന്നു രാജി. ഒരുപാട് കഷ്ടപ്പെട്ട് മറന്ന സംഭവങ്ങൾ ഒക്കെ പടപടാന്നാണ് മനസ്സിൽ തെളിയുന്നത്. നൈറ്റ് ക്ലബിൽ ഒന്നിച്ചെത്തി വേണ്ടതിലധികം അടുത്തിടപഴകുന്ന ബീനയെയും ഉജാഗർ സിംഗിനെയും കാണുമ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്ന ബാരിസ്റ്റർ ഉണ്ണി മാന്യതയുടെ പുറങ്കോട്ട് അഴിച്ചു വെച്ച് ഉജാഗറിൻ്റെ മൂക്കിടിച്ച് പരത്തിയിട്ട് വർഷങ്ങളായി. പിന്നീടത് ഓർമ്മയിൽ നിന്നും മായ്ക്കുകയും ചെയ്തു അയാൾ. പക്ഷേ ഇപ്പോൾ രാത്രിയിൽ പോരാൻ നേരത്ത് കൈവീശി യാത്രയയച്ച രാജിയുടെ ചിത്രം, ഓർമ്മകളെ പൂട്ടി അടച്ചു വച്ചിരുന്ന ഗുഹ മലർക്ക തുറക്കുകയായിരുന്നു ഉണ്ണിയുടെ മുന്നിൽ. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളെ ചിലപ്പോഴെങ്കിലും ഭ്രാന്ത് പിടിപ്പിക്കുന്നതും അവ തന്നെയല്ലേ? വായിക്കാം. അവകാശികളുടെ 2-ാം ഖണ്ഡം 3-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം. മറവിയുടെ തിരശീല പോലെ ഞാന്നുകിടക്കുന്ന ഇരുട്ടിനെ പ്രകാശത്തിൻ്റെ വെള്ളിക്കത്രിക വെട്ടി നീക്കുന്നു. വൃക്ഷങ്ങൾ ഓർമ്മയുടെ പ്രേതങ്ങളെപ്പോലെ നഗ്നമായ കാലടികൾ വെച്ച് വൃത്തത്തിൽ നൃത്തം ചെയ്യുന്നു. നിഴലുകളായി പിൻവാങ്ങുന്നു. പ്രശാന്തത ഭഞ്ചിക്കപ്പെട്ട വെട്ടുവഴി എളിയിൽ കൈകുത്തി ഞരക്കത്തോട് നെടുവീർപ്പിടുന്നു. കൃഷ്ണനുണ്ണി കൂടെ കണ്ണാടിയിലേക്ക് നോക്കി. ബീനയെങ്ങാൻ പിന്തുടർന്നെത്തുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്ന പോലെ. ഇല്ല, കണ്ണാടിയിൽ കാണുന്നത് ഇരുട്ട് മാത്രമാണ്. വെളിച്ചത്തിൻ്റെ അലക് പിളർന്നകലുമ്പോൾ പിറകിൽ വീണ്ടും ഒന്നിച്ചു ചേരുന്ന ഇരുട്ടിൻ്റെ കറുത്ത പരപ്പ്. ബ്രേക്കിൽ കാലുവെച്ച് ജീപ്പ് സ്ലോ ഡൗൺ ചെയ്ത് സീറ്റിൽ പിന്നോക്കം ചാരിയിരുന്നു. എവിടെയോ എന്തോ തകരാറുണ്ട്. അല്ലെങ്കിൽ ബീനയെക്കുറിച്ചുള്ള ഓർമ്മ ഇത്ര ശക്തിയായി തലപൊക്കുമായിരുന്നില്ല. രാജിയുടെ സാന്നിധ്യത്തിലാണ് ഓർമ്മകൾ ഉണർന്നത്. അതിനെന്താ കാരണം? ആകൃതിയിലോ പ്രകൃതിയിലോ ബീനയുമായി ഒരു സാദൃശ്യവുമില്ല ഈ കുട്ടിക്ക്. ഇവൾ തിയേച്ചു മിനുക്കിയ നിലവിളക്കാണ്. അവൾ ഗ്യാസ് ലൈറ്റ് ആയിരുന്നു. അതെ, ഗ്യാസ് ലൈറ്റ്. കണ്ണഞ്ചിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമായിരുന്നു അവളുടേത്. അവൾ ഉള്ളിടത്തെല്ലാം ഉജ്ജ്വലമായ വെട്ടം പരന്നിരുന്നു. കൃത്രിമമെങ്കിലും മറ്റെല്ലാം നിഷ്പ്രഭമാക്കുന്ന തീക്ഷ്ണമായ പ്രകാശം. എത്ര ഈയലുകളാണ് അവൾക്ക് ചുറ്റും. അടുത്തെത്തി അല്പം കഴിയുമ്പോഴേ ചൂടറിയും. അപ്പോഴേക്കും ചിറക് കരിഞ്ഞിരിക്കും. പിന്നെ ഇഴയാം, പിടഞ്ഞു മരിക്കാം. അവൾ അതൊന്നും ഗണിക്കാതെ കത്തിച്ചൊലിച്ചുകൊണ്ടേയിരിക്കും. പ്രശംസയുടെ വായു അടിച്ചു കയറ്റാൻ ആളുള്ളിടത്തോളം കാലം കത്തും. മാൻഡിൽ പൊടിഞ്ഞു പോകുന്നത് വരെ. തൊട്ടാൽ പൊടിയുന്ന ചാരം മാത്രമാണ് ആ മാൻഡിലെന്ന സത്യം അവൾ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവർ പരിഗണിക്കാറുമില്ല. അവർ പറന്നു ചെല്ലുന്നു, പിടഞ്ഞു വീഴുന്നു. താൻ എത്രാമത്തെ പാറ്റിയായിരുന്നു അറിഞ്ഞുകൂടാ. പിടി തന്നത് തനിക്ക് മാത്രമാണ്. അതിൽ ആഹ്ലാദവും അഭിമാനവും തോന്നി. പക്ഷേ പിടി തന്നത് വഴുതിപ്പോകാൻ മാത്രമായിരുന്നു. ചിറക് പൊള്ളിയെങ്കിലും തീരെ കരിഞ്ഞു പോകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമായി. അല്ലെങ്കിൽ ഇന്നും ഹൈ സൊസൈറ്റി എന്നറിയപ്പെടുന്ന വളക്കുഴിയിൽ ഇഴയുകയായിരിക്കും പുഴുവായിട്ട്. അന്തരീക്ഷത്തിൽ മിന്നൽ പിണറുകളും മഴവില്ലുകളും മാറി മാറി സൃഷ്ടിച്ചുകൊണ്ട് ബീന എന്ന ചിത്രശലഭം പറന്ന് കളിക്കുന്നതും നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ഇഴയുക. അതാലോചിക്കുമ്പോൾ ഉജാഗർ സിംഗിന് നന്ദി പറയണം. ഭാരം സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയത് അയാളാണല്ലോ. പാപം. ഇന്ന് മേൽവിലാസം പോലുമില്ല. കാനഡയിൽ എവിടെയോ ജോലി ചെയ്യുകയാണ്. ബാത്ത് റൂട്ടിലെ വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ കടക്കാർ ലേലം വിളിച്ചു. ബാണം പോലെ തെരുവിലൂടെ പാഞ്ഞു പോയിരുന്ന ജോഗ്വാർ കാറ് ഇൻകം ടാക്സുകാർ കണ്ടുകെട്ടി. ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നു. മുന്നറിയിപ്പ് കൊടുക്കായികയല്ല, വിനാശകാലെ വിപരീത ബുദ്ധി. ശിഖൻ ചീറി. യു ആർ എ ബ്ലഡി കൺട്രി ബംകിൻ. ഒരൊറ്റ ഇടിക്ക് മൂക്കിൻ്റെ പാലം തകർക്കേണ്ടതായിരുന്നു. നിയന്ത്രിച്ചു. തനിക്കൊരു നിലയും വിലയും ഉണ്ടല്ലോ. സ്ട്രെയിറ്റ് ടൈംസിൽ തലവാചകം വരും. ബാരിസ്റ്റർ ഉണ്ണി ഇൻ നൈറ്റ് ക്ലബ് ഗ്രാൾ. എന്തൊരു മാനക്കേടായിരിക്കും. അല്ലെങ്കിൽ എന്ത് മാനമാണ് ബാക്കിയുള്ളത്? സൊസൈറ്റി സർക്കിൾസിലൊക്കെ അങ്ങാടിപ്പാട്ടായി കഴിഞ്ഞു. മിസ്സിസ് ഉണ്ണി ഇപ്പോൾ
ഇരുന്ന ഇരിപ്പിൽ തുറച്ചു നോക്കുന്നു. അതെ, ബീന തന്നെയാണ്. ഉജാഗർ സിംഗിന്റെ കയ്യിൽ തൂങ്ങി കൊഞ്ചിക്കുഴഞ്ഞ് ഡൈനിങ് റൂമിലേക്ക് പോകുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ, കാമുകി കാമുകന്മാരെ പോലെ. ഓ ഗോഡ്, ഇത്രത്തോളം എത്തിയോ? ഏതോ അമ്മാവിന്റെ വീട്ടിൽ സദ്യയ്ക്ക് പോയവൾ മെർലിൻ ഹോട്ടലിൽ. ലോബിയിലെ ക്യൂറ്റൻ ഷാൻഡ്ലിയറിന്റെ വെളിച്ചത്തിൽ അവളുടെ ഊത നിറത്തിലുള്ള സാരിയിലെ വെള്ളി കസവ് പൂക്കൾ വെട്ടിത്തിളങ്ങുന്നു. കിളിക്കൂടാക്കി മെടഞ്ഞു വെച്ച മുടിയിൽ ചൂടിയ വൈരം പതിച്ച സ്ലൈഡും കാലിലെ കല്ല് പതിച്ച ചെരുപ്പും മത്സരിച്ച് മിന്നുന്നു. കൈവിരലിൽ ആടുന്ന കണ്ണാടിത്തുണ്ടുകൾ പതിച്ച രാജസ്ഥാനി സഞ്ചി ചുറ്റുമൊരു പ്രഭാവലയം തന്നെ സൃഷ്ടിക്കുന്നു. ഉജാഗർ സിംഗ് കടും നീല നിറത്തിലുള്ള ഫുൾ സൂട്ടിലാണ്. മിനിക്കിയ താടിമീശ വലയിൽ ഒതുക്കി കെട്ടിയിട്ടുണ്ട്. പരിചയമുള്ളവരാരെങ്കിലും ആണോ? എതിരെയുള്ള കസേരയിലിരിക്കുന്ന മിസ്റ്റർ ചിൻ ചോദിക്കുന്നു. പുതിയ കക്ഷിയാണ്, സിംഗപ്പൂരിലെ വലിയ വർത്തക പ്രമാണികളിൽ ഒരാൾ. ആ അതെ, പരിചയക്കാരാണ്. ആ സ്ത്രീ അതീവ സുന്ദരിയാണല്ലേ? ബംഗാളി സ്ത്രീകൾ ശരിക്കും അപ്സരസുകളാണ്. എല്ലാവരും അല്ല, അത് പോട്ടെ, നാം എന്താ സംസാരിച്ചിരുന്നത്? മിസ്റ്റർ ചിന്നിന്റെ നിയമപ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ച തുടരുന്നു. പക്ഷേ മനസ്സതിൽ ഉറച്ചു നിൽക്കുന്നില്ല. ബീനയുടെ ധിക്കാരം കവിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. താൻ മെർലിൻ ലാവും ഡിന്നർ കഴിക്കുന്നെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നു. എന്നാൽ പിന്നെ എന്തിന് കളവ് പറഞ്ഞു അമ്മാവന്റെ അവിടേക്കെന്ന്? ചോദിക്കാതെയും പറയാതെയും തന്നെ പോകാറുള്ളതാണ്. ആയോടൊരു വാക്ക് പറഞ്ഞാലായി എന്ന് മാത്രം. പക്ഷേ കളി ഇത്രത്തോളം എത്തിയ കഥ അറിഞ്ഞിരുന്നില്ല. ഇതിനൊരു വിരാമമിടണം. കൃഷ്ണനുണ്ണി മടയനാണെന്ന് വരരുതല്ലോ. നമുക്ക് ഡൈനിങ് റൂമിൽ പോകാം, ചീനൻ പറയുന്നു. തിരക്കാവും മുമ്പേ നല്ല സീറ്റ് പിടിക്കണം. ഒന്നാന്തരം ഫ്ലോർ ഷോയാണ്. താൻ എന്തോ പറയുന്നു. എഴുന്നേറ്റ് ചീനനെ പിന്തുടരുന്നു. ഇടനാഴിയിലെത്തിയപ്പോൾ ചിൻ നിൽക്കുന്നു. ചുമരിലെ ചില്ലിട്ട കൂടുകളിൽ പതിച്ച ഫോട്ടോകൾ നോക്കി രസിക്കുന്നു. മുക്കാലും നഗ്നകളായ നർത്തകികൾ. ഈ കാഴ്ച കാണാനാണ് ഉജാഗർ സിംഗ് ബീനയും കൊണ്ട് വന്നിരിക്കുന്നത്. കയ്യിൽ കിട്ടിയാൽ ഞാനവനെ കൊന്നു കുഴിച്ചിടും. ഇവിടെ തന്നെ ഭക്ഷിക്കണമെന്ന് നിർബന്ധമാണോ മിസ്റ്റർ ചിൻ? തിരക്കായിരിക്കും, നമുക്കൊന്നും സംസാരിക്കാൻ ഒക്കുകയില്ല. സംസാരിക്കൽ പിന്നെയും ആവാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് നല്ല ഭക്ഷണം, നല്ല വീഞ്ഞ്, നല്ല കാഴ്ച. ഇതൊക്കെയാണ്. മിസ്റ്റർ ചിൻ ചിരിച്ചു. മിസ്റ്റർ ഉണ്ണി സന്യാസിയൊന്നുമല്ലല്ലോ. സുന്ദരികളെ കണ്ട് ആസ്വദിക്കുന്നതിൽ വിരോധമില്ലല്ലോ. മറുപടി ഒരു പുഞ്ചിരി മാത്രം. വാസ്തവത്തിൽ സ്ട്രിപ്റ്റീസ് ഷോ കാണാൻ താല്പര്യമില്ല എന്നല്ല, അല്പം അറപ്പുമാണ്. പക്ഷേ മിസ്റ്റർ ചിൻ വലിയ കക്ഷിയാണ്. 10,000 ഫീസ് വസൂലാക്കാം. അപ്പോൾ കക്ഷി ദൈവം തന്നെ. ഞങ്ങൾ ചീനന്മാരുടെ വേദാന്തം വളരെ ലഘുവാണ്. എല്ല് മുറിയെ അധ്വാനിക്കുക, തല വെട്ടി പണയം വെച്ചാലും അമ്മയെ വിറ്റിട്ടായാലും ശരി. ധാരാളം പണം സമ്പാദിക്കുക, സമ്പാദിച്ച പണം കൊണ്ട് സുഖമായി ജീവിക്കുക. ഡൈനിങ് റൂമിലെ ബാറിൽ ചെന്നിരിക്കുന്നു. വൃത്താകൃതിയിലുള്ള ബാറ്, നടുവിൽ ബാർമൻ. വാട്ട് ഈസ് ഫോർ യു സർ? വിസ്കി വാട്ടർ നോക്കാതെ. കണ്ണുകൾ വിശാലമായ ഡൈനിങ് റൂമിൽ പരതി നടക്കുകയാണ്. അവരെവിടെ? തീരെ മങ്ങിയ വെളിച്ചത്തിൽ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നവരെ തിരിച്ചറിയാൻ പ്രയാസം. നിഴലുകളാണെന്നേ തോന്നൂ. വെള്ള യൂണിഫോം ധരിച്ച വെയിറ്റർമാർ തട്ടുകളേന്തി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. ഹാളിന്റെ അങ്ങേയറ്റത്ത് പ്രകാശത്തിൽ ആറാടി നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ബാൻഡ് സംഗീതം പൊടിപൊടിക്കുന്നു. കാസ്ട്രോ ആൻഡ് ഹിസ് കോംബോ ഫിലിപ്പീൻസിൽ നിന്ന്. പ്ലാറ്റ്ഫോമിന്റെ മുൻവശത്തുള്ള ഡാൻസ് ഫ്ലോറിൽ മിഥുനങ്ങൾ നൃത്തം ചെയ്യുന്നു. 10-20 ജോഡി. എവിടെ ഉജാഗർ സിംഗ്? എവിടെ ബീന? അനദർ സർ? യെസ്, സെയിം. ഒരു ഗ്ലാസ് ഒഴിഞ്ഞത് അറിഞ്ഞില്ല. ഒന്നും കൂടി. പതിവില്ല. വല്ല പാർട്ടികൾക്കും പോയാൽ പേരിനൊരു ഗ്ലാസ് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും. അത്ര തന്നെ. ഇന്നതല്ല. 1, 2, വേണ്ടി വന്നാൽ 3, 4. ഓ, അതായിരിക്കുന്നു. മുമ്പിലത്തെ വരിയിലുള്ള മേശയിൽ തന്നെ. ഉജാഗർ സിംഗിന്റെ തലപ്പാവ് വേറെ കാണാം. മേശപ്പുറത്ത് പൂക്കളും മെഴുകുതിരി വിളക്കും. ഇളം ചുവപ്പ് ചിമ്മിനി, തുടുത്ത മുഖം, കാതിൽ വൈരം വെട്ടുന്നു. 4500 വെള്ളി. നൈസ് സെറ്റ് സർ. രാവിലെ അവൾക്ക് നൽകുന്നു. ഹാപ്പി ആനിവേഴ്സറി ഡാർലിംഗ്. അവൾ വെൽവെറ്റ് പൊട്ടി തുറക്കുന്നു. കണ്ണുകൾ വിടരുന്നു. ഗോട്ട് എ ഗുഡ് ടേബിൾ മിസ്റ്റർ ചിൻ. ഹിയർ ഈസ് മെനു സർ. എന്താണ് ഭക്ഷിക്കേണ്ടത് മിസ്റ്റർ ഉണ്ണി?
അവരെ കൊത്തി നുറുക്കി എണ്ണയിൽ വറുത്ത് തിന്നുക. ഫോൺ ഡ്യൂവി പരീക്ഷിച്ചാലോ? നല്ലത്, വളരെ നല്ലത്. മിസ്റ്റർ ചിൻ തലയാട്ടുന്നു. നല്ല ചുവന്ന വൈനും. ചീനൻ എന്തൊക്കെയോ പറയുന്നു. ഒരു ചെവിയിലൂടെ കയറുന്നു, മറു ചെവിയിലൂടെ പുറത്തു പോകുന്നു. ബീനയും ഉജാഗറും പരസ്പരം കരം ഗ്രഹിച്ചിട്ടുണ്ടോ? ബാൻഡ് സംഗീതം വീണ്ടും. മിഥുനങ്ങൾ ഡാൻസ് ഫ്ലോറിലേക്ക്. ഉജാഗർ സിംഗ് അവളുടെ അരക്കിട്ട് ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. മാറോടണച്ച് നൃത്തം ചെയ്യുന്നു. ഞരമ്പുകളിൽ ചോര തരിച്ച് കയറുന്നു. അവൾ മറ്റൊരാളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നത് പുത്തരിയല്ല. ക്ലബിലെ പതിവ് തന്നെ അതാണല്ലോ. അത് മര്യാദ. ഇതല്ല. കളവായി ഉജാഗറിന്റെ കൂടെ മുഷ്ടി മുറുക്കി. ഗ്ലാസ് ഉടയാത്തത് ഭാഗ്യം. വൺ മോർ. യെസ് പ്ലീസ്. കവളോട് കവിൾ ചേർത്ത്, മാറോട് മാറ് ചേർത്ത് സല്ലപിച്ചുകൊണ്ട് ഗാനം നിലയ്ക്കുന്നു. നൃത്തക്കാർ കസേരകളിലേക്ക്. വീണ്ടും സല്ലാപം, ചിരി. ദിസ് വേ സർ. ഗ്ലാസ് ടീം എന്ന് ബാറിന്മേൽ വെച്ച് എഴുന്നേൽക്കുന്നു. ദേഷ്യം പോക്കുന്നത് ഗ്ലാസിനോടാണ്. വെയിറ്ററുടെ പിന്നാലെ. മിസ്റ്റർ ചിന്നിന്റെ മുന്നിൽ. കണ്ണവിടെ തന്നെ. ഇപ്പോൾ നല്ലതുപോലെ കാണാം. ഡൈനിങ് റൂമിന്റെ ഒരു വശത്ത് കെട്ടിയുയർത്തിയ തട്ടിലാണ്. ഐസ്ക്രീം ഭക്ഷിക്കുന്നു. ഉജാഗർ സിംഗ് സ്പൂണിൽ കോരിയെടുത്ത് ബീനയുടെ വായിൽ കൊടുക്കുന്നു. ശിവനെ! പല്ലി ഞെരിയുമ്പോൾ മേശവക്കത്ത് മുറുക്ക പിടിക്കുന്നു. നിയന്ത്രണം വിടരുത്. ചിൻ എന്തോ ചോദിക്കുന്നു. എന്തോ മറുപടി പറയുന്നു. അവൾ സ്വന്തം കപ്പ് ഉജാഗറിന് നേരെ നീട്ടുന്നു. ഒരു സ്പൂൺ എടുത്ത്, നോക്കൂ, നീ എടുത്തതാ ബീനെ. എനിക്ക് നാണമാവുന്നു. എന്താ അത്ര നാണിക്കാൻ? ചരിത്രം ആവർത്തിക്കുന്നു. ക്ഷീരബല. ക്ഷീരബല തന്നെ വേണ്ടി വരും അവന്. പിണ്ടത്തൈലം എൻ്റെ കയ്യിൽ കിട്ടിയാൽ എല്ലാം ഒന്നും ബാക്കി കാണില്ല. സൂപ്പ് സർ. താങ്ക് യു. സൂപ്പ് വയ്ക്കും. അവൻ്റെ എല്ല് അവളുടെയും. ചൂടുള്ള സൂപ്പ് വായിൽ. ഉള്ളിക്കുഴമ്പ് പൊള്ളുന്നു. ഉരുകിയ ചീസ് മുളഞ്ഞു പോലെ വായിലൊട്ടുന്നു. നാക്കു പൊള്ളി നീറുന്നു. സ്പൂൺ പ്ലേറ്റിലിടുന്നു. എന്ത് പറ്റി മിസ്റ്റർ ഉണ്ണി? നന്നല്ലേ? വളരെ നന്ന്. പക്ഷേ വായ പൊള്ളി. വല്ലാത്ത ചൂട്. അതെ, വല്ലാത്ത ചൂട്. പക്ഷേ സൂപ്പ് ചൂടോടെ വേണം കഴിക്കാൻ. വിളക്കുകൾ പെട്ടെന്ന് കെട്ടു. ലൗഡ് സ്പീക്കറിലൂടെ പരിപരുത്ത ശബ്ദമുയരുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇറ്റ്സ് ഷോർട്ട് ടൈം നൗ. ഡാൻസ് ഫ്ലോറിൽ സ്പോട്ട് ലൈറ്റ് വീഴുന്നു. അതിൻ്റെ പ്രതിഫലനത്തിൽ മുൻവരിയിലെ മേശയിലിരിക്കുന്ന ഉജാഗറിനെയും ബീനയെയും വ്യക്തമായി കാണാം. പ്രേതങ്ങളെപ്പോലെ. ബീന കൂടുതൽ സുന്ദരിയായി തോന്നുന്നു. സർപ്പത്തെ പോലെ. കമ്മലിൻ്റെ തിളക്കം കണ്ണഞ്ചിപ്പിക്കുന്നു. അവൾ തന്നെ കണ്ടിരിക്കുമോ? ഇടയില്ല. ഉജാഗറിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. ലോകത്തിൽ മറ്റാരും തന്നെ ഇല്ലാന്ന മട്ടിൽ. കിറ്റി ആൻഡ് ഹെർ കിറ്റൻസ്. സ്പോട്ട്ലൈറ്റിൽ വസ്ത്രാക്ഷേപത്തിന്റെ പ്രാരംഭം. ബീന മുന്നോട്ടാഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു. ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്തതുപോലെ വടിവത്തതാണ് അവളുടെ മുഖം. ആ പാർശ്വവീക്ഷണമാണ് തന്നെ ആദ്യം വീഴ്ത്തിയത്. ഉജാഗർ എന്തോ പറയുന്നു. അവൾ അമർത്തിപ്പിടിച്ചു ചിരിക്കുന്നു. പഞ്ചാബികൾക്ക് പഥ്യമായ വല്ല അശ്ലീലവും ആവണം സർ. മേശപ്പുറത്ത് ഗ്യാസ് സ്റ്റൗ. എണ്ണ മൂത്ത ചീനച്ചട്ടി. പ്ലേറ്റിൽ ചതുരവടിവിൽ മുറിച്ച കുറച്ച് ഇറച്ചി തുണ്ടുകളുടെ കൂമ്പാരം. തെച്ചിപ്പൂ വെച്ച തളിക പോലെ. മരപ്പിടിയുള്ള കൂർത്ത ഇരുമ്പ് കോലുകൾ. ഉപദംശങ്ങൾ. ഗോ ഹെഡ് മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. വീഞ്ഞ് ഗ്ലാസുകൾ ഉയർത്തിപ്പിടിച്ച് കൂട്ടിമുട്ടിക്കുന്നു. നമ്മുടെ കേസിന്റെ വിജയത്തിന്. ഏത് കേസ്? ഓ ശരി, കേസിന്റെ വിജയത്തിന്. ഉജാഗർ സിംഗിന്റെ മൂക്കിടിച്ച് തകർക്കുന്നതിന്. ആർത്തിയോടെ അന്യോന്യം നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും. ഇടയ്ക്ക് സ്പോട്ട് ലൈറ്റിലേക്ക്. കിറ്റിയും കിറ്റൻസും. മരപ്പാവകൾ. അരയിൽ ഒരു ചീന്ത തുണി മാത്രം ഉടുത്ത്. ഇരുമ്പ് കോലെടുത്ത് ഇറച്ചി തുണ്ടിൽ കുത്തുന്നു. ഉജാഗറിന്റെ മാംസം എണ്ണയിൽ മുക്കുന്നു. ഷേ, എടാ താടിക്കാരാ, നിന്നെയും ഞാൻ പൊരിക്കും. കത്തി കൊണ്ട് തട്ടി പിഞ്ഞാണത്തിലേക്ക്. ഫോർക്കിൽ കുത്തിയെടുക്കുന്നു. ഉപദംശങ്ങൾ ചേർത്ത് വായിലേക്ക്. ഉജാഗർ സിംഗ് പല്ലുകൾക്കിടയിൽ അരയുന്നു. ബീന ചിരിക്കുന്നു. ബാഗ് എടുത്ത് തുറന്ന് ഉറുമാൽ കൊണ്ട്
കവിളൊപ്പുന്നു. അതുകൊണ്ട് തന്നെ ഉജാഗറിന്റെ മീശയിൽ നിന്നെന്തോ തുടച്ചു കളയുന്നു. വീണ്ടും ചിരിക്കുന്നു. ദൈവമേ, അവനെ അല്ല, അവളെയാണ് ചതയ്ക്കേണ്ടത്. അയാൾ പാറ്റം മാത്രം, അവളാണ് പന്തം, കെടുത്തിക്കളയേണ്ട പന്തം. വീട്ടിൽ മടങ്ങി വരട്ടെ, കാണിച്ചു കൊടുക്കാം. വീണ്ടും ഇരുമ്പ് കോലിൽ ഇറച്ചി കുത്തിയെടുക്കുന്നു. ബീനയുടെ അവൾ നൃത്തത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. മെഴുകു പ്രതിമകളുടെ ചന്തം കണ്ട് ആസ്വദിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലെ ഡിസ്പ്ലേ വിൻഡോകളിലെ ബിക്കിനി ഉടുത്ത പ്രതിമകൾ, സത്നം എംപോറിയം, സാരികളുടെ മായാലോകം, ബീനയുടെ ഒപ്പം ഫ്രഞ്ച് ഷിഫോൺ. വിൽപ്പനക്കാരൻ ചില്ലലമാരകളിൽ നിന്ന് മഴവില്ലുകൾ ഊരിയെടുക്കുന്നു. ഡാർലിംഗ്, മീറ്റ് ഉജാഗർ. ഹി ഓൺസ് ദിസ് ഔട്ട്ഫിറ്റ്. ഗ്ലാഡ് ടു മീറ്റ് യു. താടിമീശ പൊതിഞ്ഞ വലയിലൂടെ അരിച്ചെടുത്ത മര്യാദ, ഭവ്യത, എറ്റ് യുവർ സർവീസ്. കാണികൾക്കിടയിൽ എന്തോ ഒരിളക്കം. കിറ്റി മേശകൾക്കിടയിലേക്ക് ഒരു വെള്ളക്കാരൻ്റെ കവിള് തുമ്മ വയ്ക്കുന്നു. പൊട്ടിച്ചിരി, കയ്യടി, വെള്ളക്കാരൻ്റെ ഇളിഞ്ഞ ചിരി. കിറ്റി ചുറ്റി നടക്കുന്നു. ഉജാഗറിന്റെ കസേരയുടെ കയ്യിലിരിക്കുന്നു. തോളിലൂടെ കൈയിട്ട് മാറോടണയ്ക്കുന്നതായി നടിക്കുന്നു. താടി തലോടുന്നു. കൂട്ടുചിരി. തലപ്പാവിൽ തെരിപ്പിടിക്കുന്നു. മുഖം കൊണ്ട് ഗോഷ്ഠി കാണിക്കുന്നു. ഉജാഗർ സിംഗ് ജാള്യതയോടെ കുലുങ്ങിച്ചിരിക്കുന്നു. കിറ്റി മറ്റൊരിടത്തേക്ക്. ബീനയും ഉജാഗറും അന്യോന്യം എന്തോ പറയുന്നു. മൂക്കുകൾ തമ്മിൽ തൊടുന്നുണ്ടോ? കരം ഗ്രഹിച്ചിട്ടുണ്ട്. മൈ ഗോഡ്. തലയുടെ ഉള്ളിൽ എവിടെയോ ഒരു വാതിലടഞ്ഞ പ്രതീതി. കാലിൽ നിന്ന് തരിച്ച് കയറുന്നു. കണ്ണടച്ച് സഹിച്ചു പിടിക്കുന്നു. സ്പോട്ട്ലൈറ്റ് കെടുന്നു. പരക്കെ കയ്യടി. വിളക്കുകൾ തെളിയുന്നു. പൂച്ചയും കുട്ടികളും 7 ഇല്ലം കടന്നിരിക്കുന്നു. ഗുഡ് ഷോ. ബർദ്ധമണി. ചിരിച്ച് യോജിപ്പ് പ്രകടിപ്പിക്കുന്നു. കക്ഷിയാണല്ലോ, മുഷിപ്പിക്കരുത്. ശരിക്കും ഒന്നും കണ്ടിരുന്നില്ല. നിങ്ങളൊന്നും ഭക്ഷിച്ചിട്ടില്ലല്ലോ. അതെ, ശരിയാണ്. പിഞ്ഞാണത്തിൽ ഇറച്ചി അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഉപദംശങ്ങൾ തൊട്ടിട്ടില്ല. സാലഡ് കണ്ടതുപോലുമില്ല. ഒരു തക്കാളിത്തുണ്ട് കുത്തിയെടുത്ത് വായിൽ വെക്കുന്നു. ആർക്കാനും വേണ്ടി. രുചിയില്ല, വിശപ്പില്ല. വീണ്ടും ബാൻഡ്. മിഥുനങ്ങൾ ഡാൻസ് ഫ്ലോറിലേക്ക്. ഉജാഗർ സിംഗും ബീനയും മാറോടണച്ച് നൃത്തം വയ്ക്കുന്നു. സർപ്പവും ഇരയും. നൃത്തത്തിന്റെ അന്ത്യത്തിൽ ഉജാഗർ അവളെ ഉമ്മ വയ്ക്കുന്നു. കവിളത്ത്, ചുണ്ടത്ത്. കസേര പിന്നോക്കം തള്ളി ചാടി എഴുന്നേൽക്കുന്നു. കാലിൽ പിണഞ്ഞ നാപ്കിൻ തട്ടി നീക്കി. ഒറ്റ കുതി ഡാൻസ് ഫ്ലോറിലേക്ക്. യു ബിയേർഡഡ് ബാസ്റ്റേർഡ്. ഉജാഗറും ബീനയും ഞെട്ടി പിൻവാങ്ങുന്നു. ഉജാഗറിന്റെ ടൈൽ കടന്നു പിടിക്കുന്നു. എടാ താടിക്കാരൻ പന്നി, എന്താ നീ വിചാരിച്ചത്? നിന്റെ മുഖർ ഞാൻ ഇടിച്ചു പരത്തും. ഉജാഗർ കൈകൊണ്ട് വിടിയിക്കാൻ ശ്രമിക്കുന്നു, ഗൗരവവും അന്തസ്സും പാലിച്ചുകൊണ്ട്. എടാ തന്തയില്ലാത്തവനെ. ഡാർലിംഗ്, ബീന ഇടയ്ക്ക് കടക്കുന്നു. പ്ലീസ് ബിഹേവ്. പോടി പോ. ഒറ്റത്തട്ടിന് അവളുടെ കൈ തട്ടി നിൽക്കുന്നു. പോടി പോ. മുഷ്ടി ചുരുട്ടി ഉജാഗറിനെ ഇടിക്കുന്നു. ഉജാഗർ നിഷ്പ്രയാസം തടുക്കുന്നു. യു ആർ എ കൺട്രി ബംകിൻ. ഉജാഗർ ബലം പ്രയോഗിച്ച് കഴുത്തിലെ പിടുത്തം വിടുവിക്കുന്നു. ആൻഡ് യു ആർ ഡ്രങ്ക്. ഐ വിൽ മർഡർ യു. പിന്നിൽ നിന്ന് ആരൊക്കെയോ ബലമായി പിടിക്കുന്നു. വെയിറ്റർമാരാണ്. ഒരു യൂറോപ്യൻ ഇടയ്ക്ക് കയറി വരുന്നു. ശാന്തനായി തിരിച്ചു പോകൂ മിസ്റ്റർ, നാമൊക്കെ മര്യാദക്കാരല്ലേ. വരൂ. കുതിർന്നു. പ്ലീസ് മിസ്റ്റർ ഉണ്ണി. ചിന്നാണ്. വരൂ. മുഷ്ടി ചുരുട്ടുന്നു. പല്ലി ഞെരിക്കുന്നു. ഉജാഗറിനെ ഭീഷണിപ്പെടുത്തുന്നു. അടുത്ത മേശകളിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കുന്നു. ഹെഡ് വെയിറ്റർ തോളത്ത് കൈവെക്കുന്നു. വരൂ, സീറ്റിലേക്ക് മടങ്ങാം. ശരി, മടങ്ങാം. ഒരു രംഗം സൃഷ്ടിക്കണ്ട. കുടിച്ചു ലഹളയുണ്ടാക്കുന്ന സംസ്കാരശൂന്യരായ നാവികരെ പോലെ തിരിഞ്ഞു നടക്കുന്നു. ചിൻ ഉജാഗർ സിംഗിനോട് ക്ഷമാപണം ചെയ്യുന്നു. വ്യസനിക്കുന്നു. എൻ്റെ സ്നേഹിതൻ പതിവില്ലാത്ത വിധം കുടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളോടും നിങ്ങളുടെ ഭാര്യയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ ഭാര്യ? വീണ്ടും കുതിർന്നു. കാം ഡൗൺ മിസ്റ്റർ ഉണ്ണി. നിങ്ങളുടെ ഭാര്യ? ഉജാഗറിന്റെ ഭാര്യ ബീന. ഓടിച്ചെന്ന് ഒറ്റച്ചാട്ടത്തിന് അവൻ്റെ മൂക്കിടിച്ച് പരത്തണം. അടക്കി പിടിച്ചു. അരുത്, പൊതുസ്ഥലമാണ്. ഇപ്പോൾ തന്നെ വഷളായി. കസേരയിലിരിക്കുന്നു. പിന്നീട് സൗകര്യം പോലെ കണക്ക് തീർത്ത് കൊടുക്കാം. മേശപ്പുറത്ത് കൈമുട്ടൂന്നി മുഖം പൊത്തുന്നു.
ദൈവമേ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്താണിനി? പീപ്പ്. ചെവി തുളഞ്ഞു കയറി. ഞെട്ടി തലയുയർത്തി ശബ്ദം നിലച്ചു. പകച്ചു ചുറ്റും നോക്കി. എവിടെയാണെന്ന് ബോധം വരാൻ ഇത്തിരി നേരമെടുത്തു. ജീപ്പിലാണ്. ജീപ്പ് വഴിവക്കത്ത് നിൽക്കുന്നു. ബ്രേക്ക് ചവിട്ടിപ്പിടിച്ചിരിക്കുന്നു. ഉള്ളം നാന്തി. മനോരാജ്യത്തിൽപ്പെട്ട് ആലോചിച്ചപ്പോൾ ഉള്ളിലൊരു വിറയൽ അനുഭവപ്പെട്ടു. ഇതിൻ കീഴിൽ ഉണ്ടാവാത്തതാണ്. നെടുവീർപ്പിട്ടു. മുതുകത്തുകൂടി തണുത്ത വിയർപ്പൊഴുകുന്നുണ്ട്. നിന്നുപോയ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടായില്ല. വിളക്ക് കെടുത്തി ഹോണടിച്ചു നോക്കി. ബാറ്ററി വീക്ക്. തലവെച്ചപ്പോൾ ഹോണടിച്ചതായിരുന്നു. അത് കേട്ട് ഉണർന്നിരുന്നില്ലെങ്കിൽ ബെർലിനിലെ ഡൈനിങ് ഹാൾ. വേണ്ട, ഇനിയും ഒന്നും ഓർത്തു നോക്കണ്ട. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്ലച്ച് ചവിട്ടി. വണ്ടി ഇറക്കത്തിൽ താനേ ഉരുണ്ടു നീങ്ങിയപ്പോൾ കാല് വിട്ട് സ്റ്റാർട്ടാക്കി ഹെഡ് ലാമ്പ് ഇട്ടു. നേരെ മുൻപിൽ നിൽക്കുന്നു ജിം. എന്തു പറ്റി ഗുരു? ജിം അടുത്തേക്ക് വന്നു. കുറേ നേരമായല്ലോ ജീപ്പ് വഴിക്ക് നിൽക്കുന്നു. ജാലാൻ ടെംപ്ലറിൽ നിന്ന് തിരിഞ്ഞപ്പോഴേ ലൈറ്റ് കണ്ടുവല്ലോ. ആക്സിലിൻ്റെ അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. ഉണ്ണി സ്വസ്ഥത ഭാവിക്കാൻ തീവ്രയത്നം ചെയ്തു. എന്താണെന്ന് ഇറങ്ങി നോക്കിയതാണ്. എന്താണെന്ന് പിടികിട്ടിയോ? ഇല്ല, നാളെ നോക്കാം. ജിം ഈ നേരത്ത് അവിടേക്കാ? ഗ്രാൻഡ് ബാ കുറുപ്പിൻ്റെ അവിടേക്ക്. ക്രാഷിംഗ് മുത്തൂസ് പാഡ്. എന്താ? നാളെ അതിരാവിലെ കോലാലംപൂർക്ക് പോകുന്നു അമ്മാവനെ കാണാൻ. ശ്രീധരൻ മേനോൻ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഓഹോ, കൊണ്ടുവിട്ട് തരണോ? വേണ്ട, ഈ നടത്തം നല്ല വ്യായാമമാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ജിമ്മിനെ പിന്നിട്ട് ജീപ്പ് മുന്നോട്ട് വിട്ടപ്പോൾ ശ്രദ്ധ മുഴുവൻ റോട്ടിൽ കേന്ദ്രീകരിച്ചു. ഡ്രൈവ് ചെയ്യുമ്പോൾ ആലോചിക്കുകയും മനോരാജ്യം കാണുകയും ചെയ്യുന്ന സ്വഭാവം കുറേ കാലമായി ഇല്ലായിരുന്നു. ഇന്നെന്തോ വീണ്ടും രാജിയെ ഓർത്തുപോയി. ഒപ്പം ബീനിയെയും. താഴെ എവിടെയോ നിന്ന് വെളിച്ചത്തിൻ്റെ നീണ്ട വിരൽ മേലോട്ട് ചൂണ്ടുന്നു. കാറാണ്. തിരിവ് തിരിഞ്ഞപ്പോൾ വെളിച്ചം മുഖത്തടിച്ചു. ഡിപ്പും ഡിമ്മും ഇട്ട് കടന്നുപോയി. ഡോക്ടർ കുറുപ്പിൻ്റെ ഹോൾഡനാണ്. ഡോക്ടർ തന്നെയാണ് ഓട്ടിക്കുന്നത്. സാധാരണ തന്നെ കണ്ടാൽ നിർത്താറുണ്ട്. ഇന്ന് ആളിത്തിരി കോപത്തിലാണല്ലോ. ജീപ്പിൽ നിന്നിറങ്ങുമ്പോഴേക്കും പ്രിയ ഓടിപ്പാഞ്ഞെത്തി. വൈ സോ ലേറ്റ് ഡാഡി? എന്താ, നിനക്ക് വിശന്നോ? ഉണ്ടായിരുന്നില്ലേ? അതല്ല, അന്വേഷിച്ചൊരാൾ വന്നിരുന്നു. കുറച്ചു നേരം ഇരുന്നിട്ട് പോയി. ആര്? മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നിമ്മിയുടെ വീട്ടിലത്തെയാണ്. ഓൾഡാണോ യങ്ങാണോ? ഇത്തിരി ഓൾഡാണ്. നല്ല ബോത്തോ ഹെഡ് ആൾസോ. പ്രിയ സ്വന്തം തലയുടെ മീതെ ഒരു വൃത്തം വരച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ശരി, ഇനി വന്നാൽ ഇരിക്കാൻ പറയും. ഡാഡി കുളിക്കട്ടെ. നിനക്ക് വിശന്നാലുണ്ടോ? ഡാഡി കുളിച്ചിട്ട് മതി. ഒരു സമ്മും കൂടി ചെയ്യാനുണ്ട്. കിടപ്പറയിലേക്ക് നടന്നു. ആരായിരിക്കും അന്വേഷിച്ച് വന്നത്? കേട്ടിട്ട് ശങ്കുണ്ണി നായരാണെന്ന് തോന്നുന്നു. ഡോക്ടർ കുറുപ്പിൻ്റെ അവിടെയുള്ള എല്ലാവരെയും പ്രിയ നല്ലപോലെ അറിയും. ശങ്കുണ്ണി നായർ മാത്രമാണല്ലോ ഇവിടെ ഇല്ലാത്തത്. കഷണ്ടിത്തലയും മറ്റാർക്കുമില്ല. വസ്ത്രം മാറുന്നതിനിടയിൽ പുറത്ത് സംസാരം കേട്ടു. ചെവി കൂർപ്പിച്ചു. അതെ, ശങ്കുണ്ണി നായർ തന്നെയാണ്. ഈ സമയത്ത് പുറത്തു വന്നപ്പോൾ മൂപ്പർ സോഫയിൽ ഇരിപ്പ് പിടിച്ചു കഴിഞ്ഞിരുന്നു. കുളിക്കാനുള്ള പുറപ്പാടാ? ശങ്കുണ്ണി നായർ ഭവ്യതയോടെ ചിരിച്ചു. ഞാൻ നേരത്തെ വന്നിരുന്നു. പ്രിയ പറഞ്ഞു. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല. ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. സൗകര്യം കിട്ടിയില്ല. മിസ്റ്റർ ഉണ്ണി കുളിക്കാൻ നിൽക്കല്ലേ? കുളിച്ചിട്ട് വരൂ, എന്നിട്ട് മതി. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിക്കാം. എൻ്റെ കുളിയും ഊണും ഇത്തിരി സാവധാനത്തിലാണ്. അതുകൊണ്ടെന്താ, എനിക്കൊരു തിരക്കുമില്ല. കുളിയൂണും അതൊന്നും സാരമില്ല. ഇത്തിരി നേരം റെസ്റ്റ് ഹൗസിലായിരുന്നു. ഒരു ഗ്ലാസ് ബീറ് കഴിച്ചു. കൂട്ടത്തിൽ കുറച്ച് കച്ചാനും ചിപ്സുമൊക്കെ അകത്താക്കി. അതുകൊണ്ട് വിശപ്പില്ല. മിസ്റ്റർ ഉണ്ണി ഇഷ്ടംപോലെ സമയമെടുത്തോളൂ. ശരി, പക്ഷേ പറയാനുള്ളത് വേഗം അങ്ങോട്ട് സംസാരിച്ച് തീർത്താൽ രണ്ടുപേർക്കും. മിസ്റ്റർ ഉണ്ണി പതുക്കെ കുളിച്ചു ഊണ് കഴിച്ചു വരൂ. ടേക്ക് യുവർ ഓൺ ടൈം. എനിക്കൊരു അസൗകര്യവുമില്ല. ഓക്കെ. ഇടനാഴിയിലൂടെ പുറത്തേക്കിറങ്ങി കുളിമുറിയിലേക്ക് നടന്നു. എന്തിനാ ശങ്കുണ്ണി നായർ വന്നിരിക്കുന്നത്? എളുപ്പത്തിൽ പറഞ്ഞുവിടാൻ ശ്രമിച്ചിട്ട് പോകുന്ന മട്ടില്ല. ചടഞ്ഞിരിപ്പാണ്. അപ്പോൾ എന്തെങ്കിലും കാണും. വഴിക്ക് കിടന്നിരുന്ന സ്കൂൾ ഒരു വശത്തേക്ക് പിടിച്ചിട്ടു. ഉരഞ്ഞുപൊട്ടിയ കാൽവിരൽ. കടൽക്കരയിൽ ഇരുട്ടത്തുള്ള ഇരിപ്പ്. അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. കുളിമുറിയിൽ കയറിയപ്പോൾ കീലിൻ്റെ വാസന മൂക്കിലടിച്ചു.
മരച്ചുവരുകൾ കീലിട്ടിട്ട് ഒരാഴ്ചയായി. മണം ഇനിയും പോയിട്ടില്ല. ഒരാഴ്ചയെടുക്കും മുഴുവനും ചായം പൂശി കഴിയാൻ. ജങ്ക് റൂമും വെടിപ്പാക്കണം. വല്ലാതെ വൃത്തികെട്ട് കിടക്കുന്നു. വാതിലടിച്ച് കൊളുത്തിട്ടു. തോർത്തുമുണ്ടു അഴിച്ച് കമ്പി അയയിൽ തൂക്കി. നീണ്ട സിമന്റ് തൊട്ടിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. തൊട്ടു നോക്കി. പതിവുള്ളത്ര തണുപ്പില്ല. കുറെ മുക്കിയെടുത്ത് നിലത്ത് പാറ്റി. ആയ കഴുകിയിരിക്കും. എന്നാലും കുറച്ച് വെള്ളം സ്വയം ഒഴിച്ചാലേ തൃപ്തിയാവും. വേലുണ്ണിക്കുറുപ്പിന് നന്ദി. തഞ്ചോങ് ബസാറിലെ വാട്ടർ സപ്ലൈ വികസിപ്പിക്കാൻ മുൻകൈയെടുത്ത് സംഭാവന നൽകിയത് അദ്ദേഹമാണല്ലോ. മേത്ത് വെള്ളം കോരി ഒഴിച്ചു. സോപ്പ് തേച്ചു. നാട്ടുകാർ തീർച്ചയായും സപ്തതി ഗംഭീരമായി ആഘോഷിക്കും. ഹോക്കും ദാത്തവും അതിൽ നിന്ന് മുതലെടുക്കാനുള്ള പ്ലാൻ ആവണം. ചീനൻ ആനക്കള്ളനാണ്. മുഖത്ത് നോക്കിയാൽ അറിയാം. മുള്ളിനെ തിരിച്ചറിയാം. ശകുനി പണ്ട് ഗാങ്സ്റ്റേഴ്സിനെ കൂട്ടി എന്തിനാണാവോ ഈ നേരത്ത് വന്നിരിക്കുന്നത്? വെള്ളമെടുത്ത് സോപ്പ് കഴുകി കളഞ്ഞ ശേഷം തൊട്ടിയിൽ കയറി കിടന്നു. തണുത്ത വെള്ളത്തിൽ കുറേ നേരം കിടക്കുന്നത് സുഖമാണ്. പകൽ എന്തൊക്കെ ക്ലേശമുണ്ടായാലും തൊട്ടിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പുതിയൊരു ഉണർവും ജീവനുമൊക്കെ തോന്നും. കിടന്ന് ഓരോന്നങ്ങനെ ആലോചിക്കും. ആലോചനയെന്ന് പറഞ്ഞാൽ യുക്തിയുക്തമായ വിചിന്തനമല്ല, കേവലം മനോരാജ്യവുമല്ല. മനസ്സിനെ ശൂന്യമാക്കി നിശ്ചേദമാക്കി നിർത്തുക. പിന്നെ മനസ്സിൽ സ്വയമേവ ഉദിക്കുന്ന വിചാരങ്ങളെ പിന്തുടരുക. ജാഗ്രതയോടെ അടിവേരെത്തുന്നതുവരെ രസമുള്ള ഏർപ്പാടാണ്. കുറെ കഴിയുമ്പോൾ മനോരാജ്യത്തിലേക്ക് വഴുതി വീഴും. എന്നാലും മനസ്സിനൊരു സ്വസ്ഥത തോന്നും. ഒരയവ്, ലാഘവം, എന്തിൻ്റെയൊക്കെയോ പിടിയിൽ നിന്ന് വിട്ടുകിട്ടിയതുപോലെ. ഇന്നതിന് സാധ്യമല്ല. പുറത്തൊരാൾ കാത്തിരിക്കുന്നു. ഇഷ്ടം പോലെ സമയം എടുത്തോളൂ എന്ന് പറഞ്ഞാലും അധികം വരുത്തുന്നത് മര്യാദയല്ല. നേരവും വൈകി. പ്രിയയ്ക്ക് വിശക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ കുറേ നേരം കാത്തിരിക്കട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. എന്താണാവോ ഇപ്പോൾ വന്നിരിക്കുന്നത്? ഡോക്ടർ കുറുപ്പ് ഏട്ടനോട് സംസാരിച്ചതിൻ്റെ പിറകെയാണ്. സരസ്വതിയമ്മയുടെ പുതിയ വല്ല ദൗത്യവും? അല്ലെങ്കിൽ റെസ്റ്റ് ഹൗസിലായിരുന്നു ഇത്ര നേരം? ആ, അങ്ങനെ വരട്ടെ. റെസ്റ്റ് ഹൗസിൽ ഹോക്കുണ്ട്, ഭാസിയുണ്ട്, ദാത്തോവും. ഭാസിയും ഹോക്കിന്റെ മൂന്നാമത്തെ ഭാര്യയും പോർച്ചിൽ. ചിരിക്കുന്നു, സല്ലപിക്കുന്നു, ഉല്ലസിക്കുന്നു. അത്ര പന്തിയല്ല. ചീനൻ അവളെ വെച്ചിരിക്കുന്നതേ ആൾക്കാരെ മയക്കി കാര്യം കാണാനാണ്. ഭാസി പാവത്താനാണ്. അവളൊന്ന് കണ്ണ് വെട്ടിച്ചാൽ അതിൽ വീഴും. പിന്നെ ചീനൻ ഭാസിയെ കപ്പെന്നൊരു കപ്പ്. കഴിഞ്ഞു. ഭാസി അങ്ങനത്തെ യാതൊരു ദൗർബല്യവുമില്ലാത്ത കൂട്ടത്തിലാണ്. ഭാര്യയെന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷേ ഒരു നിമിഷമല്ലേ വേണ്ടൂ താളം തെറ്റാൻ. സുന്ദരിയായ ഒരു സ്ത്രീയുടെ കണ്ണിൻ്റെ ശക്തി. മിസ്സിസ് ഹോക്ക് സുന്ദരിയാണ്. മനം മയക്കുന്ന പെരുമാറ്റവുമാണ്. പഠിച്ചും പയറ്റിയും തെളിഞ്ഞതാണല്ലോ. ഭാസിയെ ക്ഷണത്തിൽ വീഴ്ത്തും. ഭാസിക്കാണെങ്കിൽ പുതിയ അനുഭൂതിയുമായിരിക്കും. ഭാനുമതി അമ്മയുടെ മറുധ്രുവം. അവൾ മണ്ണും ചാണകവുമല്ലാത്ത പ്രകൃതമാണ്. സാധു. മത്സരമുണ്ടായാൽ തോറ്റു തുന്നം പാടുകയേ ഉള്ളൂ. എന്നാൽ കഷ്ടമാണ്. ഭാസിയെപ്പോലെ ഉള്ളവർ പ്രത്യേക ജനുസാണ്. ഒതുങ്ങി നിൽക്കുന്നിടത്തോളം നിൽക്കും. ഇത്തിരി പിഴച്ചുവോ തീർന്നു. പിന്നെ കുത്തനെ ഒരു വീഴ്ചയാണ്, നാശത്തിലേക്ക്. ഓ, ഒരു പക്ഷേ താൻ എഴുതാപ്പുറം വായിക്കുകയാണ്. പുക കാണുമ്പോഴേക്കും വീട് കത്തി എന്ന് അനുമാനിക്കുകയാണ്. ഒന്നും ഉണ്ടാവില്ല. മനസ്സാകെ തകിടം മറിഞ്ഞ ദിവസമാണല്ലോ. വേണ്ടാത്തതൊക്കെ ആലോചിച്ചു പോയി. എത്രയോ കാലമായി ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത കാര്യങ്ങൾ. ദൈവാധീനം കൊണ്ട് ജീപ്പ് തലകുത്തി മറിഞ്ഞില്ല. 100-200 അടി താഴെ പൊളിഞ്ഞു തകർന്ന വാഹനം. ഡീസലിനയുടെ ചിത. ഒരാഴ്ചയിൽ 10 വട്ടമെങ്കിലും കുന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ്. എത്ര ആയിരം പ്രാവശ്യം ഇതിനകം കണ്ണടച്ചോടിക്കാം. ഇന്നേ വരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഓർക്കുമ്പോൾ ഉടലിൽ കുളിരി പൊട്ടുന്നു. ഒരായുസിൽ മനുഷ്യൻ എത്ര തവണ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. നല്ല സുഖം. മുങ്ങിച്ചാവുമ്പോഴോ? പാസിർ കൂണിങ്ങിൽ ഒരു പെൺകുട്ടിയുടെ ശവം അടിയുന്നു. രാജി മുനമ്പിൽ ഇരുട്ടത്തിരിക്കുന്നു. കാലൊന്നു തെറ്റിയിരുന്നെങ്കിൽ. വെള്ളത്തിൽ നിന്ന് പൊന്തി. സുഖമുള്ള ആലോചനകളല്ല മനസ്സിൽ ഉദിക്കുന്നത്. വേഗം കുളിച്ച് പുറത്തു കടക്കാം. ശങ്കുണ്ണൻ നായരെ വേഗം പിരിച്ചയക്കണം. അധികം സംസാരിക്കാൻ നിൽക്കണ്ട.
മൂപ്പരെന്തെങ്കിലും സൂത്രം കണ്ടിരിക്കണം. സ്വന്തം കാര്യം കാണാൻ ബഹുമിടുക്കൻ. അതിന് മറ്റാര് ബലിയായാലും തരക്കേടില്ല. ഹോക്കിൻ്റെ അടുത്ത് പറ്റി കൂടിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ലാക്ക് വെച്ചിരിക്കും. ഭാസിയും ഒരുപക്ഷെ മൂപ്പരുടെ കളിയിലെ ഒരു കരു മാത്രമായിരിക്കും. പുലാവ് നൂറിയിലെ വസ്തു ഭാസിയിലൂടെ ചീനന്. ശങ്കുണ്ണി നായർക്ക് ഇടത്തട്ട് എന്തെങ്കിലും കാണും. മരുമകനാണെന്നുള്ളതൊന്നും കണക്കാക്കില്ല. തരം കിട്ടിയാൽ വിലയ്ക്ക് വയ്ക്കും. ഭാസി എന്നല്ല, ആരെയും, ഭാര്യയെപ്പോലും. അതെന്നേ കഴിഞ്ഞിരിക്കുന്നു. പാവം സുഖു. രാധാമണി അവിടം കൊണ്ട് നിൽക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഒരൊറ്റ കൊതിക്ക് സൊസൈറ്റിയുടെ മേൽത്തട്ടിലെത്താനാണ് ആഗ്രഹം. അത് അപകടം പിടിച്ച വഴിയാണ്, ബീനയുടെ വഴി. ബീന പിന്നെ പിറന്നതേ ആ മണ്ഡലത്തിലേക്കാണ്. ധനികന്റെ മകൾ, ഒരേ ഒരു മകൾ. വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ, ചങ്ങാത്തം വലിയവരുമായിട്ട്. സൊസൈറ്റിയിൽ പിറന്ന് സൊസൈറ്റിയിലേ വളർന്നവൾ. രാധാമണി അതല്ല, തറവാട്ടിൽ ജനിച്ചവൾ. പ്രകൃതി കൊണ്ട് നാടൻ പെൺകുട്ടി. മിഥ്യാഭ്രമം കൊണ്ട് ഉയർന്നു പറക്കാൻ ശ്രമിക്കുന്നു. വീഴ്ചയിലെ അവസാനിക്കൂ. അല്ല, അവരെയും മുഴുവൻ കുറ്റം പറഞ്ഞുകൂടാ. ശങ്കുണ്ണി നായർക്ക് പിടിച്ചു കൊടുത്തതാണ് പെശകായത്. എന്തിനാ അതൊക്കെ ആലോചിക്കണത്? എന്തോ ആവട്ടെ, തന്നെ ബാധിക്കുന്ന കാര്യമല്ല, തനിക്കൊരു പ്രശ്നവുമല്ല. പ്രശ്നം ശങ്കുണ്ണി നായരാണ്. എന്ത് തുരപ്പം പണിക്കാണ് എത്തിയിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച എല്ലാവരും കൂടി സഭ ചേർന്ന് നിശ്ചയിച്ചതാണ് തന്നെ കൊണ്ട് മാധ്യസ്ഥം പറയിക്കണമെന്ന്. കരുണന്റെ നിർബന്ധം കൊണ്ട് മൂളി. അതിനിടയ്ക്ക് ഡോക്ടർ കുറുപ്പിനെ കണ്ട് സംസാരിപ്പിച്ചതെന്തിന്? അത് സരസ്വതിയമ്മയുടെ പണിയാണ്, തീർച്ച. കരുണൻ, താൻ പറഞ്ഞത് കരുണൻ തെറ്റിദ്ധരിച്ചിരിക്കുമോ? ആലോചിക്കട്ടെ. അങ്ങനെയല്ലാതെ എന്തു പറയാനാണ്? വേലുണ്ണിക്കുറുപ്പ് ശരിക്കും ഒരു തീരുമാനമെടുക്കുന്നവരെ ഒന്നും പറഞ്ഞുകൂടാ. തൻ്റെ അനാസ്ഥയാണെന്ന് കരുണൻ തെറ്റിദ്ധരിച്ചിരിക്കുമോ? അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ പുതിയ നീക്കം? അതറിഞ്ഞിട്ടാവും ശങ്കുണ്ണി നായരുടെ വരവ്. പെട്ടെന്ന് കാര്യം കൊടിയേറാനാണ് പോകുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ രാത്രി നേരത്ത് ബന്ധപ്പെട്ട് വരേണ്ടതില്ലല്ലോ. തൊട്ടിയിൽ നിന്ന് എഴുന്നേറ്റു. ശങ്കുണ്ണി നായർ കാത്തിരിക്കുകയല്ലേ, വേഗം പറഞ്ഞു വിടണം. ഒരു കാലെടുത്ത് തൊട്ടിയിൽ നിന്ന് പുറത്തു വച്ചു. അപ്പോൾ കുസൃതി തോന്നി. വേണ്ട, കുറച്ചും കൂടി കാത്തിരിക്കട്ടെ. ശ്രീകൃഷ്ണന്റെ തലയ്ക്കൽ ചെന്ന് ഇരിപ്പ് പിടിച്ച ദുര്യോധനനെ പോലെ പുഞ്ചിരിയോടെ വീണ്ടും വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2ാം ഭാഗം 3ാം അധ്യായത്തിൻ്റെ 2ാം ഭാഗം വായിച്ചു കഴിഞ്ഞു. വേഗം വരാം. താങ്ക് യു.